അപ്പൊ ഇന്ന് നമ്മൾ ഈസൂട്ടന്റെ സുന്നത്ത് കല്യാണമാണ് കേട്ടോ. മോർണിംഗ് ആയിരുന്നു കേട്ടോ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. പക്ഷെ നേരത്തെ എണീക്കുന്ന പരിപാടി നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് നുള്ളിങ്ങാനാണ് കേട്ടോ എണീപ്പിച്ചത്. ഒരുക്കുന്ന മാതിരി തന്നെ ഈസൂട്ടന്റെ സുന്നത്ത് കല്യാണത്തിന് നമ്മൾ ഓനെ ഒരുക്കിക്കണേ. അതൊന്നുമല്ല കോമഡി. നമ്മൾ ഒരു റൗണ്ട് മാറ്റിക്കല് കഴിഞ്ഞ് നമ്മൾ ഓനെ താവിട്ട് ഇറക്കിയപ്പോഴേക്ക് താത്തി മക്കൾസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഓർക്ക് ഒന്നും കൂടെ മാറ്റിക്കണം. അങ്ങനെ ആ ചെക്കനെ പിന്നെ ഒന്നും കൂടെ മാറ്റിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്തായാലേ പാവം നമ്മളെ ഈസൂട്ടൻ എന്തായാലും മാറ്റിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇത്താത്ത നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് കിട്ടോ ചായ കുടിക്ക്. അങ്ങനെ അതും കുടിച്ചിങ്ങനെ നമ്മൾ നേരെ വിട്ടിട്ടോ ക്ലിനിക്കിലേക്ക്. പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ ഈ മാർക്കം ചെയ്യലിന് അധികം വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. നമ്മളെ നാട്ടില് ഈ സുന്നത്ത് കല്യാണത്തിന് മാർക്കം ചെയ്യലിനും കൂടെ പറയലുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒരു ടാബ്ലറ്റ് കൊടുക്കും, എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം പറഞ്ഞു. പക്ഷെ ഡോക്ടർ വരാൻ അധികം ഒന്നും അല്ല കേട്ടോ, കുറച്ച് അധികം ടൈം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അത്യാവശ്യം നല്ല പോസ്റ്റ് ആയി. നമ്മൾ ഇസൂട്ടിന്റെ ടേൺ ആയപ്പോ ഓൻ ഉള്ളിൽ കയറിയിട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ആരും ഒരു മനുഷ്യനെ പോലും ഉള്ളിൽ കയറ്റുന്നില്ല. നമ്മൾ ചോദിച്ചാൽ ആരെങ്കിലും ഒരാളൊക്കെ കയറ്റാൻ പറ്റുന്ന. പോകുന്ന സമയത്ത് ആൾക്ക് ടെൻഷൻ ഒന്നുമില്ല. ഇനിയിപ്പോ വരുന്നത് എങ്ങനെയാന്ന് കണ്ടറിയേണ്ടി വരും. നമ്മൾ വിചാരിച്ച പോലെയല്ലേ. നോൻ ഇറങ്ങി വന്നപ്പോ ഒരു പ്രശ്നവും ഇല്ല. എന്നാ നേഴ്സ് വന്ന് പറയും ചെയ്തു ഒരു തുള്ളി പോലും കരഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ കോമഡി അതൊന്നും അല്ല. നമ്മൾ വണ്ടി കയറ്റി ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ തുടങ്ങിയേക്കുന്ന കരച്ചില്ല. തരിപ്പ് അങ്ങോട്ട് വിട്ടപ്പോഴേക്ക് വീട് എത്തുന്നവരെ അവൻ കരച്ചിൽ തന്നെയായിരുന്നു. വീട്ടിലെത്തി ടാബ്ലറ്റ് ഒക്കെ കൊടുത്തപ്പം കുറച്ചൊന്നും ആശ്വാസമായി. എന്തായാലും എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് നല്ല പത്തിരിയും കോഴിക്കറിയൊക്കെ കഴിക്കാണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചിങ്ങനെ നമ്മൾ നന്ന് റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ചിട്ടോ. പക്ഷേ ഇതാ താത്തന്റെ മോൾ അതിന് സമ്മതിക്കണ്ടേ. അങ്ങനെ ഓളെ നോക്കിക്കൊണ്ട് നിന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ദമ്മ് പൊട്ടിക്കാനായിട്ട് ഈസുവിന്റെ സുന്നത്ത് കല്യാണത്തിന്റെ ബിരിയാണിന്റെ ദമ്മ. അങ്ങനെ എന്തായാലും അതും പൊട്ടിച്ച് അതും കഴിച്ച് നമ്മൾ പോയി ഇന്നത്തെ ഉറക്കൊന്ന് കളവ് വിട്ടിട്ടോ. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.